തണുപ്പാ ഇവിടെ, നല്ല മഞ്ഞുണ്ട്. ഓ തണുത്തിട്ട് വയ്യ. ഇവിടെ 0 ഡിഗ്രി ആണമ്മേ. ശരി, ആ സ്മെല്ല് കേട്ടിട്ട് ഇത് നല്ല ഗ്രില്ലായിന്നാ തോന്നുന്നേ. ഓ പിന്നെ ഒരു ഗ്രില്ല്, എനിക്കിത് കണ്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുവാ. എടി ഗീത, നീ ആ ചിക്കനൊക്കെ ഇങ്ങോട്ട് എടുത്തേ, നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയി നല്ല മസാലയൊക്കെ ഇട്ട് സവാളയൊക്കെ വയറ്റി ഉണ്ടാക്കാം. ഇതുപോലെ മനുഷ്യർ തിന്നോ? പച്ചക്കോഴി. പച്ചക്കോഴിയല്ല, ചുട്ട കോഴി. ഒരു ചുട്ട കോഴി കണ്ടിട്ട് തന്നെ അറപ്പാവുന്നു. ഹോ, ഇതെങ്ങനെയാ മനുഷ്യർ കഴിക്കാം? ഓ അപ്പൊ ഞാൻ പിന്നെ എന്തോ കഴിക്കുമോടി? ഇപ്പൊ രണ്ടും അമ്മ തന്നെ പറയുവാണ്. ടൂറ് പോകുമ്പോ അമ്മയുടെ പ്രശ്നം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണതല്ലേ. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയല്ലേ കഴിക്കുന്നേ, പിന്നെ എന്താ? ഓ വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട, കണ്ടിട്ട് തന്നെ കൊതി വന്നിട്ട് വയ്യ. അയ്യടാ, അപ്പൊ ഞാൻ പട്ടിണി കിടക്കാം. കുട്ടികൾക്ക് വരെ മനസ്സിലായി തുടങ്ങി. ഓ ഇത്രയും തീയിട്ടിട്ട് തണുപ്പിനൊരു കുറവില്ല. സ്വെറ്റർ എവിടെ? ഷാളൊന്നും അല്ല, ഇതേ കമ്പിളിപ്പുതപ്പ്. എന്റെ മായമോള് മേടിച്ചോണ്ട് വന്നത് അവര് ഡൽഹിയിൽ ടൂറ് പോയപ്പോ. ഓ എന്റെ തണുപ്പ് ഇപ്പൊ മാറി. എനിക്ക് നീ മുറി പോയിരുന്നോ? ഷാള് ഞാൻ പൊതിച്ചേക്കണല്ലേ, ഇനി നിനക്ക് എങ്ങനെ തരും? ഇതൊരു ചെറിയ ഷാളാ. ഇത് കുണുക്കി വിട്ടെ, ഇത് കീറി പോകൂട്ടോ. എനിക്ക് തണുത്തിട്ട് വയ്യ, മര്യാദക്ക് ഷോള് താടി ഇങ്ങോട്ട്. ഷോ കുണിക്കുമ്പോൾ എന്തായി കാണിക്കുന്നേ? കുണിക്കുമ്പോൾ ഇങ്ങോട്ടും അമ്മയുടെ മടി ഇരിക്കാം. അമ്മ അത് വലുതല്ലേ, കുറച്ചും കൂടി വലുതാക്കി അവളെയും കൂടി പുതപ്പിക്കേ. ഓ ആ ശരി ശരി. ഓ ഒന്നാമത് കാല് വേദന, അതിന്റെ അടി ഈ കൊച്ചു മടിയിരുന്ന് എന്താ ചെയ്യുന്നേ? അല്ല മക്കളെ, നമുക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കൊരു പാട്ടൊക്കെ പാടണ്ടേ? നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? അത് നല്ല ഐഡിയ അച്ഛാ. തോക്കണവൻ അയാമെ മങ്കിന്നൊരു 3 പ്രാവശ്യം പറയണം. അയ്യോടി അത് വേണോ? എനിക്ക് അതേ സിനിമ പാട്ടൊന്നും അറിയില്ല. എന്നാ നമുക്ക് ടീമായി കളിക്കാം. നമ്മ ഇരിക്കുന്ന പോലെ തന്നെ. അച്ഛനും അമ്മ ഒരു ടീം, കുണിക്ക് അച്ഛാമ്മ ഒരു ടീം, നമ്മളൊരു ടീം. അതൊന്നും വേണ്ട, ഈ കുണിക്കൊന്നും ഒരു പാട്ട് അറിയാൻ പറ്റില്ല. അവസാനം ഞങ്ങള് മങ്കിയാകും, അത് വേണ്ട. കണ്ടില്ലേ, കുണിക്ക് എല്ലാ പാട്ടും അറിയാം. എന്നാ തുടങ്ങട്ടെ, ഞങ്ങൾ തന്നെ തുടങ്ങാം. അക്ഷരം ബ. അയ്യോ ബായോ, ഇതെന്തൊരു അക്ഷരാ? ഷോ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, ഇതിപ്പോ ഞങ്ങൾ മങ്കി ആകുമല്ലോ. ആ പാട്ടറിയില്ലെങ്കിൽ അച്ഛനും അമ്മ അയ്യമ്മ മങ്കിന്ന് 3 പ്രാവശ്യം പറയണം കേട്ടോ. ബല 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 ബാഹുബലി. എന്തിനാ ഇരിക്കുന്നേ? ഞാൻ പാട്ട് പാടി. ഇനി അടുത്തത് കുണുക്കിയൊക്കെയാ. ബാ തന്നെ അക്ഷരം. പിന്നെ ബാ ബബ ബബ ബ ഒരക്ഷരമായി, ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ഒരു കളി. ഹായ്, ഞങ്ങള് ജയിച്ചേ. നിങ്ങളുടെ അക്ഷരം ഷ. മതി മതി, ചിക്കൻ നല്ല വെന്ത സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് കഴിച്ചിട്ട് കളിക്കാം ബാക്കി. ഓ ചിക്കൻ കണ്ടില്ലേ, നമുക്കൊരു ചലഞ്ച് കൂടി വെച്ചാലോ? ഏറ്റവും ആദ്യം ഇത് കഴിച്ചു കഴിയുന്നവന് എന്തെങ്കിലും ഒരു പ്രൈസ് വെക്കാം. ഓ ഇനി ഇതും നിറ്റേക്ക് ഏത് നേരവും ചലഞ്ച്. ഇത് മര്യാദക്ക് കഴിച്ചാ പോരെ എന്റെ പിള്ളേരെ? അമ്മ പ്ലീസ് അമ്മ, ഇതൊക്കെ വേണം, എന്നാലേ ടൂറിന് രസം ഉണ്ടാവുള്ളൂ. അവരെന്തെങ്കിലും ചെയ്യട്ടെ ഇതേ. സമ്മാനം എന്താന്ന് പറ. ആദ്യം കഴിച്ചു കഴിയണവന് നാളെ ഞാൻ 2 ഐസ്ക്രീം വാങ്ങി തരും. കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ കുട്ടികളെ കഴിപ്പിക്കാൻ എന്ത് പാടാ. ഇങ്ങനെ ഓരോ ചലഞ്ച് വെച്ചാൽ മതി, അവര് കഴിച്ചോളൂ. നീ മിണ്ടണ്ട. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുവാണ്. സമയം സ്റ്റാർട്ട്. ഐസ്ക്രീം എങ്കിൽ ഐസ്ക്രീം, ഞാനും ഉണ്ട് ചലഞ്ചിന്. ചലഞ്ച് വർക്കൗട്ട് ആയെന്നാ തോന്നുന്നത്. എല്ലാരും നല്ലപോലെ കഴിക്കുന്നുണ്ട്. മക്കളെ, ഇത് നിങ്ങൾ ആരും ധൃതി പിടിക്കണ്ട. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അയ്യോ അമ്മ, ഇത്ര വേഗം കഴിച്ചോ? അതിലൊരു എല്ല് മാത്രമല്ലേ ഉള്ളൂ. അയ്യോ ഇതെങ്ങനെയാ അച്ഛാമ്മേ? അതുകൊള്ള, ഇത് മത്സരമല്ലേ? നിനക്ക് തിന്നാൻ പറ്റാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലും എന്റെ പൊന്നമ്മേ, ഈ ചിക്കൻ കഴിക്കാൻ അറപ്പാകുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മ ഇമാതിരി കഴിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും പ്രൈസ് അമ്മക്ക് തന്നെ. എന്റെ പൊന്ന് ഐസ്ക്രീം കൊതിച്ച് കുണുക്കി, ഒരു കാര്യം ചെയ്യ്, അച്ചാമ്മയോടൊപ്പം നിനക്കും മേടിച്ചു തരാം. കുണുക്കനും എല്ലാ പിള്ളേർക്കും മേടിച്ചു കൊടുക്കാം, പോരെ? അയ്യോ ഇതെന്താ അച്ഛാ? മോളെ, ഇതാ കൊട്ടവഞ്ചി. അതേടി കുണിക്ക്, കൊട്ടവഞ്ചി. ഇതിൽ കയറിയാലേ നമുക്ക് വഞ്ചിയിലിരുന്ന് തുഴഞ്ഞു പോണ പോലെ പോവാം. വെള്ളത്തിലൊന്നും വീടില്ല. ഈ കൊട്ടവഞ്ചി അങ്ങനത്തെ. ഇതിൽ പങ്കായുണ്ട്. നമുക്ക് എന്തായാലും കേറാം. എടി മാധവ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? കൊട്ടവഞ്ചി കയറ്റിക്കാൻ പോകുന്നു. കണ്ടിട്ട് എന്നെ പേടിയാകുന്നു. പണ്ട് അങ്ങനെ പല മണ്ടത്തരവും ചെയ്തിട്ടുണ്ടാവും. കൊച്ചുങ്ങളെ ഇട്ട് ഇതിൽ ഇറങ്ങുന്നത് സേഫ് അല്ല. അമ്മേ, വെള്ളത്തിലോട്ട് നോക്കിയാൽ ഒട്ടും ആഴയില്ലമ്മേ, സേഫാ. നമ്മളെങ്ങാനും മറിഞ്ഞു വീണാലും മുട്ട് വരെയല്ലേ അതിന്റെ ഉള്ളിൽ ഉണ്ടാകൂ. അതുകൊണ്ട് പേടിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ കയറ്റുമോ? ഓ എന്നാൽ ഇത്രയ്ക്കില്ലാത്ത കുട്ടികളെ. ആഴില്ലെങ്കിൽ നമുക്ക് കേറാച്ചാ. അങ്ങനെ വെറുതെ കയറാൻ പറ്റില്ല. ബാലൻസ് ചെയ്ത് വേണം കയറാൻ. 2 പേരും ഒരെണ്ണത്തിൽ ഇരിക്കണം.
എങ്ങനെയാടി നമുക്കൊരു കാര്യം ചെയ്യാം, കുണുക്കിനെയും നമ്മുടെ രണ്ടുപേരുടെ ഒപ്പം കയറ്റാം, മറ്റുള്ളവർ ഒരുമിച്ച് കയറട്ടെ അല്ലേ? അയ്യോ വേണ്ടായോ, ഒരുമിച്ചൊന്നും കേട്ടണ്ട, ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാം. എന്നിട്ട് വേണം ഇതിൽ കിടന്ന് തുഴഞ്ഞ് തല്ലി പിടിക്കാൻ. ഈ പിള്ളേരോടെ ഒച്ചെടുക്കാൻ എന്റെ തൊണ്ടയിൽ ഇതില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാം. എങ്കിൽ ഒറ്റയ്ക്ക് കയറിക്കോ. നീതു നിത്യ നിങ്ങൾ ആദ്യം കയറ്. ആഹാ, നീതു നിത്യ തുഴയാനൊക്കെ പഠിച്ചോ? മക്കളെ സൂക്ഷിച്ചിട്ടോ. ടാറ്റാ, ഞങ്ങൾ തുഴഞ്ഞു പോവാ. എടി നീ കുണിക്കായിട്ട് അതിൽ കയറ്, ഞാൻ കുണുക്കനായിട്ട് ഇതിൽ കയറാം. എടേ, ഇതിൽ 2 കൊട്ടയല്ലേ ഉള്ളൂ, നിങ്ങൾ 2 കയറി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അമ്മ ഒരേ സമയം എല്ലാവർക്കും കൂടി കയറാൻ പറ്റില്ല, ഇവിടെ ക്യൂ അല്ലേ. അല്ലെങ്കിൽ നീതു നിത്യ തുഴഞ്ഞു പോയി വരട്ടെ, അവരിറങ്ങുമ്പോൾ നമുക്ക് കയറാം. അതുവരെ എന്നെ കൊണ്ടുവന്ന് പോയി ഇവിടെ നിൽക്കാൻ. നിങ്ങൾ ഇവിടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് കയറാം, അവര് വരട്ടെ. അയ്യോ, ഇപ്പൊ ഒത്തിരി സമയം പോകുമല്ലോ. ഇവിടെ ആകെ 20 മിനിറ്റേ ഉള്ളൂ സമയം. ടിക്കറ്റിൽ അങ്ങനെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ടിക്കറ്റ്, ഏത് ടിക്കറ്റ്? ഈ വഞ്ചിയിലൊക്കെ തുഴയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ല. തുഴഞ്ഞ് അങ്ങോട്ട് പോകും, മടുക്കുമ്പോൾ നിർത്തും. പിന്നെ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് വരട്ടെ, അവരോട് ഞാൻ പറയാം. ഓ, അമ്മേനെ കൊണ്ട് തോറ്റ്. എന്നാ ഒരു കാര്യം ചെയ്യാം, അവര് വരട്ടെ. അയ്യോ വേണ്ടായേ, എന്റെ പൊന്നെ വേണ്ട. അത് നല്ല ഐഡിയ ആണല്ലോ. അമ്മ ഈ 2 കുട്ടികളും കൂടി കയറിക്കോ, ഞാനും ഗീതയും കൂടി ഒരെണ്ണത്തിൽ കയറാം. അപ്പൊ പിന്നെ നീതു നിത്യം തുഴഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാന്ന്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകൂല, എങ്ങനെയെങ്കിലും ചാടി കയറാം. അല്ലെങ്കിൽ ഈ 2 കുട്ടികൾ ഇവൻ എന്റെ തലയിൽ വെക്കും. ആ എന്ത് രസം, ഞാൻ ഒറ്റക്ക് തുഴഞ്ഞു പോകും. അയ്യേ, ഇതെന്താണ് മാധവ? ഇതെന്താ കൊട്ടവഞ്ചിയോ അതോ പൊട്ടവഞ്ചിയോ? അതേ മറിയുന്നു. അത് പിന്നെ ഒറ്റ ചാട്ടത്തിന് അമ്മ കയറിയിട്ടല്ലേ. അമ്മ ബാലൻസ് ചെയ്തിരി, ഒരു സൈഡിൽ ഇരുന്നാ മറിയും. അതാ പറഞ്ഞത് 2 പേര് കയറണമെന്ന്. പറഞ്ഞ അമ്മ കേൾക്കൂലല്ലോ. ചേട്ടാ, അമ്മയെ പിടിക്കത്, അത് നീങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ, ഈ അമ്മ ഇങ്ങോട്ട് ബാലൻസ് ചെയ്തിരിക്കുക. ഒന്ന് പോടാ മാധവ, വെള്ളത്തിൽ വീണ് ചാകാൻ പോകുമ്പോഴാ ബാലൻസ് ചെയ്തിരിക്കണേ. ഇത് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ മറിഞ്ഞ് ഞാൻ വെള്ളത്തിൽ വീഴുമെന്നാ തോന്നണേ. വന്ന് പിടിക്കണ എന്നെ. അമ്മ ഇങ്ങോട്ട് നിൽക്കതേ, ഇങ്ങോട്ട് തിരി. ഞാനിവിടെ നിൽപ്പണ്ട്, ഇങ്ങോട്ട് തിരി. ചേട്ടാ ഓടിച്ചെന്ന് അമ്മയെ പിടിക്കേ.